എടാ ഷിൻജാൻ എനിക്കെന്താ പണി, എന്താ ചെയ്യണേ? അല്ലടാ ഞാൻ വിശ്വസിച്ചു എന്റെ തള്ളി ഞാൻ വിശ്വസിച്ചിട്ടാ. അല്ല നമ്മളെ ചോപ്പിന് എന്താണോ പണി? എന്റെ പൊന്ന് ചോപ്പ്, എന്താ ഇവിടെ കേക്ക് ഉണ്ടാക്കിയേക്ക്? ആർക്ക് തിന്നാനും കേക്ക്? ഒരു വൃത്തിയായിട്ട സ്മെല്ലും. എന്താണ് ചോപ്പ്, കുറച്ചെങ്കിലും മേനേഴ്സ് വേണ്ട? എനിക്കല്ല അവിടെ കക്കൂസ് ഉണ്ടാക്കി തന്നിക്കണ്. ഞാനാണെങ്കിൽ കുറെ ദിവസമായി കുളിച്ചിട്ട് കുറച്ചു നേരം കുളിച്ചോക്കട്ടെ. അവിടെ അത് എന്തൊരു തണുപ്പടാ. ഷിൻജാൻ ഈ വരുന്നുണ്ടോ, കുളിക്കണ്ടോ? അതെനിക്കറിയാം, ചോപ്പിന്റെ കാട്ടും ഭയങ്കര സ്മെല്ലാണ് എനിക്ക്. എന്താടാ എന്റെ ഇമ്പോർട്ടന്റ് കാര്യം? എടാ ട്രെക്കിങ്ങിനോ? അത് അടിപൊളിക്കല്ലേ. നമ്മളടുത്താണെങ്കിൽ വണ്ടി ഉണ്ട്. ഇന്നാണെങ്കിൽ സൺഡേ, എനിക്ക് ഒഴിവ് അനക്ക് ഒഴിവ്. അനക്ക് സ്കൂളിലല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും പോവാ. റെഡിയാവും ഈ റെഡി ആവാ ആദ്യം. എടാ എനിക്കും ഇതൊക്കെ മതിയടാ. നമുക്ക് കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ എടുക്കണം, ടെന്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അവിടെ ചോപ്പ് ചെയ്യും വരുന്നില്ലേ? വാ നമുക്ക് എല്ലാവർക്കും പോവാം, മൂന്നാക്കും പോവാം. ഗൈസ്, അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ഷിൻജാന് പറഞ്ഞ പോലെ ട്രെക്കിങ്ങിന് പോവാണ്. ഇത് സാധാ ട്രെക്കിംഗ് അല്ല കേട്ടോ, അതായത് നൈറ്റിൽ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാണ്. ഇത് നമ്മൾ ഗാരേജിലത്തെ വണ്ടിയൊക്കെ നല്ല അടിപൊളി പച്ച കളർ തിളങ്ങുന്ന ഒരു വണ്ടി കിട്ടീന്. അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഷിൻജാനും ചോപ്പും ബാക്ക് കയറിയാണ് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ 2-3 ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിക്കണ്. ഇതിലാണ് നമ്മളെ ടെന്റും കാര്യങ്ങളൊക്കെ, പിന്നെ ഫുഡും അതേപോലെ വെള്ളമൊക്കെ ഇതിലാണ്. ഇത്രയൊക്കെ മതി, നമ്മൾ നാളെ തന്നെ വരൂലേ? അല്ല ഇതിപ്പോ എന്താ സംഭവം? ചോപ്പ് ഞാൻ മുമ്പ് ഇരിക്കണേ. സാരില്ലടാ, പോട്ടെ നമുക്ക് അവിടെ ചെന്നിട്ട് എനിക്കൊന്ന് ശരിയാക്കി കൊടുക്കാം. അല്ലൊരു ചിഞ്ചാനെ, എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഫ്രൂട്ട്സും കട കാണുകയാണെങ്കിൽ പറയാം കേട്ടോ നിർത്താൻ. അന്ന മുമ്പിലൊരു ഫ്രൂട്ട്സ് കട, അവിടെ കൊണ്ട് നിർത്തിക്കളി. അവിടെ കുറെ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് മാങ്ങ വാങ്ങി തരും കേട്ടോ, എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ആടാ നമുക്ക് 1 കിലോ മാങ്ങ മേടിക്കാം. ചേട്ടാ ഈ മാങ്ങക്ക് എത്രയാണ്? എനിക്ക് ഈ മഞ്ഞ മാങ്ങ മതി, മഞ്ഞ മാങ്ങ. ഇതിനെത്ര? 1 കിലോന് എത്ര? ഓക്കെ ശരി ചേട്ടാ, ഞങ്ങൾ പോയിട്ടാ. ഗൈസ്, അപ്പൊ നമ്മള് ചിഞ്ചാൻ പറഞ്ഞ പോലെ മാങ്ങ ഒക്കെ വാങ്ങിക്കണേ. നമുക്ക് നേരെ ട്രക്കിങ്ങിനാണ് പോവാ. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ട് പോന്നപ്പോത്തിന് വെതർ നന്നായിട്ട് ചേഞ്ച് ആയിക്കണേ. ഇടിമയും വരാനുള്ള ചാൻസ് ഉണ്ടെന്നാ തോന്നുന്നത്. അല്ലടാ, അവിടെ എന്താ പോലീസൊക്കെ നിക്കണേ? നമുക്ക് ഈ ബൈക്കൂടെ ആണല്ലോ പോണ്ടേ, ഇവിടെ എന്താ പോലീസൊക്കെ നിക്കണേ? ആടാ ഞാൻ ചോദിച്ചോക്കട്ടെ. ഗൈസ്, അപ്പോൾ എന്താ സംഭവം എനിക്കറിയില്ല, നമുക്ക് പോയി ചോദിച്ചോക്കാം. ഹലോ സാർ, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എന്താ അടച്ചിട്ടിക്കണേ? അത് പിന്നെ ഇത്തിരി സീരിയസ് ആണ്. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കാട്ടിക്ക് പോയ ആരും തിരിച്ചു വന്നിട്ടില്ല. കാടിനുള്ളിൽ എന്തോ ഭീകര ജീവിയാണ് തോന്നുന്നത്. സാറേ എന്താണ് സാറേ, എന്നെ മാത്രം ഒന്ന് കടത്തിടണം സാറേ. ഞങ്ങൾക്കൊന്നും പറ്റൂല സാറേ, ഞങ്ങൾക്ക് ഇന്ന് ട്രക്കിങ്ങിന് പോകാനുള്ളത് സാറേ. എന്താണോ തനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇനി നീ ഇവിടെ നിന്ന പോലീസ് സ്റ്റേഷനിലോട്ട് ഞാൻ കൊണ്ടുപോകേണ്ടി വരും. മര്യാദക്ക് വീട്ടിക്ക് പോയിക്കോ, അതാ നിനക്ക് നല്ലത്. ഓ ആയിക്കോട്ടെ സാറേ, സോറി. എടാ ഷിൻജാനെ ഓല അവിടേക്ക് കടത്തിയിടൂലല്ലോ, അവിടെ എന്തോ ഭീകര ജീവി ഉണ്ടല്ലോ. എനിക്കറിയില്ല, അതാ ഇവിടെ ഒക്കെ പോലീസുകാർ നിക്കണതാ. എടാ ഒന്ന് പോടാ, ഭീകര ജീവി എന്താണെന്ന് കൂടി നമുക്കറിയില്ല. നീ വിചാരിക്കണ പോലെ ഇത് കാർട്ടൂണിന്റെ സംഭവം ഒന്നല്ല കേട്ടോ, ഇതെന്താ വലിയ മോൺസ്റ്റർ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഓല അങ്ങനെ പറയണേട്ടാ, നമുക്കറിയില്ലല്ലോ. എടാ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ആടാ ഷിൻജാൻ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോവാം. എടാ ഇതിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് ഇതിൽ കൂടെ പോവാം. എന്നാലും ഒരു പറഞ്ഞ ആ ഭീകര ജീവി എവിടെയാണ് അവലെ? ഒന്നാമത് ഈ കാട് ഭയങ്കര വലുതാണ്, കുറേ ആൾക്കാരും വരുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഈ ന്യൂസിൽ എന്തായാലും വരണം, അത് വന്നിട്ടുമില്ല. നമുക്ക് ഏതായാലും പോയേക്കാം, നമുക്ക് ഇതിൽ കൂടെ ഒന്ന് പോയേക്കാം. എടാ അവിടെ എവിടെയും നല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാട്ടോ, നമുക്ക് ടെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാം. ഞാൻ പറയുകയാണെങ്കിൽ ഈ സ്ഥലം കൊള്ളാട്ടോ, നല്ല സ്ഥലം. കഴിച്ചപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ മര്യാദക്ക് പാർക്ക് ചെയ്തിക്കണേ. ഇത് കൊള്ളാട്ടോ, നല്ല സ്ഥലം, നല്ല അടിപൊളി ക്ലൈമറ്റ്. നേരത്തെ വന്ന ഇടിമയൊക്കെ പോയി തോന്നുന്നു, അപ്പം നല്ല വെയിലുണ്ട്. അല്ലടെ ചിഞ്ചാനിച്ച് എന്താ അവിടെ ഒത്തിരിക്കണേ, ഇറങ്ങ്. പിന്നെ ഇവിടെയാണ് നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷം. പിന്നെ ഇവര് പറഞ്ഞ ജീവിയൊക്കെ ഏതാണാവല്ലേ? കഴിച്ചപ്പോൾ ഇതാണ് നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും. എനിക്കൊന്ന് ചിഞ്ചാനൊന്ന് ചോപ്പിനില്ല കേട്ടോ, ചോപ്പ് താഴത്ത് കടന്നു തുടങ്ങിക്കോട്ടെ. ഓൻ സെക്യൂരിറ്റി ആണോ, ആ ഭീകര ജീവി എന്നാ ഓൻ പറഞ്ഞെന്നുള്ളൂ. എടാ അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഓരോ ഒച്ച കേൾക്കും, അപ്പം നമുക്ക് മനസ്സിലാവും ഈ പോലീസുകാർ വെറുതെ ഓരോ നോണുണ്ടാക്കിയാണ് മനുഷ്യന്മാരെ പറ്റിക്കുകയാണ്. കഴിച്ചപ്പോൾ ഇന്റെ അടുത്താണെങ്കിൽ കുറച്ച് കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഭീകര ജീവി വരികയാണെങ്കിൽ ഇതുകൊണ്ട് 2 കൊടുത്താൽ മതി, ഓൻ തീരുന്നുള്ളൂ. ഇല്ലടാ, അങ്ങനത്തെ ഒരു ജീവി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, അവരെ ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കാം. കഴിച്ചപ്പോൾ രാത്രി കേൾക്കണം, ആ ജീവി എപ്പോഴാണ് വരിക അറിയില്ല. നമുക്കാണെങ്കിൽ നമ്മളെ വണ്ടിന്റെ ലൈറ്റ് ഒന്ന് ഓൺ ആക്കിയിടാം. കഴിച്ചപ്പോൾ ഞാനാണെങ്കിൽ വണ്ടിന്റെ ലൈറ്റ് ഒന്ന് ചെറുതായിട്ട് ഓൺ ആക്കിക്കണേ. ആടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നമുക്ക് കടക്കാം. ആടാ ചോപ്പേ, ഗുഡ് നൈറ്റ്, ഞങ്ങൾ കടക്കാം കേട്ടോ. ഓക്കെ ബൈ. സംഗീത സ്വരങ്ങൾ 7 കണക്കാ ഇന്നും
എടാ ചോപ്പ് ചിഞ്ചാനോടെ എടാ ഇങ്ങോട്ട് ആരും നടന്നു തരുന്ന ഒച്ച ഞാൻ കേട്ടടാ. ചോപ്പ് നീക്കടാ, ആരും നടന്നു തരുന്ന ഒച്ച കേട്ട്. മൊയലാളി കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ മൊയലാളി. എടാ പൊട്ട, മറ്റേ ഭീകര ജന്തു വന്നാണ്ട് ഇവനെ കൊണ്ടുപോയി തോന്നേ. പടച്ചോനെ ഓനെ കാണുന്നില്ലല്ലോ. മൊയലാളി എന്ത് ഭീകര ജീവിയോ? ആ മൊയലാളി എനിക്ക് ഷിൻജാന്റെ മണം കിട്ടുന്നുണ്ട് മൊയലാളി, ഇന്റെ ഒപ്പം വന്നോളി. ആ ഇവിടുന്ന് തന്നെയാണ് ആ മണം വരുന്നത്. അപ്പൊ ആ ഭീകര ജീവി ഇതിൽ കൂടെ ആണല്ലേ പോയിക്കണത്. ആ മണം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ് മണം ഇവിടെ എത്തുള്ളല്ലോ മൊയലാളി, ഈ മണം ഇവിടെ എത്താൻ വരുള്ളൂ. എടാ ഷിൻജാനും പോയി മര്യാദക്ക് ആ പോലീസുകാർ പറയണ കേട്ടാ മതി. ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിക്ക് ഒരു പരാതി കൊടുക്കുക. ആരാണോ കൊണ്ടേക്കണേ? എടാ സമയമാണെങ്കിൽ രാവിലെ ആവാനായി. എടാ നമ്മൾ കുറെ വൈകിട്ടോ. എടാ ചോപ്പ് പെട്ടെന്ന് വന്ന് വണ്ടി കയറടാ, നമുക്ക് പോലീസുകാരെ അന്വേഷിച്ച് പോവാം. ഗൈസ് അപ്പം ഞാനും ചോപ്പും കൂടി പോലീസുകാരെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അതാ പോലീസുണ്ട്, അവിടെ പോലീസുണ്ട്. നമുക്ക് എന്തോ ഭാഗ്യത്തിനാണ് ഇവരെ കിട്ടിയത്, അല്ലെങ്കിൽ സിറ്റി കൊണ്ടുവന്നിനി. ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ തന്നെ അല്ല. സാറേ ഞങ്ങൾ രക്ഷിക്കണം സാറേ. എൻ്റെ അനിയന് ഷിൻജാൻ പറഞ്ഞൊരു ചെക്കുണ്ട്, ഓനെ ആരോ തട്ടി കൊണ്ടുപോയി സാറേ. നിങ്ങൾ എങ്ങനെയാലും ഒന്ന് ഓനെ അന്വേഷിച്ച് തരണം സാറേ. എടാ നിന്റെ ചെക്കനെ തട്ടി കൊണ്ടുപോയത് ആ കാടിന്റെ ഉള്ളിൽ നിന്നാണോ? അതെ സാറേ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എടാ പൊട്ട, അപ്പൊ ഇന്നലെ ന്യൂസ് ഒന്നും കണ്ടില്ലേ? അവിടെ ഏതോ ഒരു ഭീകര ജന്തു വന്നിക്കടെ. ആ കാട്ടിക്ക് പോയ ഒരാളും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നിന്നോട് ആരാടാ അങ്ങോട്ടൊക്കെ പോവാൻ പറഞ്ഞ? അത് ഈ ചെറിയ ചെക്കനൊക്കെ കൂട്ടി ആട്ടെ. നിന്റെ പേരെന്താണെന്ന് പറയും, കേസ് രജിസ്റ്റർ ചെയ്യാം. ഫ്രാങ്ക്ലിൻ ആണ് എന്റെ പേര്, ഫ്രാങ്ക്ലിൻ. ആ ഓക്കെ ഞങ്ങൾ 24 മണിക്കൂറിന്റെ ഉള്ളിലുള്ളൂ ഞങ്ങൾക്ക് ഈ വിവരം അറിയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുവരെ ഒന്ന് ക്ഷമിച്ച് നിൽക്കണം. ഓക്കെ സാറേ, ഓക്കെ. അപ്പൊ 24 മണിക്കൂർ ഇനി നിൽക്കണല്ലേ? ഓക്കെ താങ്ക്സ് സാറേ. ഓക്കെ പക്ഷെ പോലും പറയണ അന്വേഷിച്ചതാണ്. പക്ഷെ 24 മണിക്കൂറൊക്കെ കഴിയുന്നൊക്കെ പറയണ, എന്താ അറിയില്ല. നമുക്ക് ഇനിയിപ്പോ ഏതായാലും വീട്ടിൽ പോകാം, അതാ നല്ലത്. നമുക്കിനി കാട്ടിൽ പോയാൽ ശരിയാവൂല. ഹലോ ഓഫീസേഴ്സ്, ഫൈനലി ഞങ്ങൾ ആ പയ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കാടിന് നടുവിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. പയ്യനെ ആരോ ഇവിടെ കെട്ടിയിട്ടേക്കാണ്, അതും ഒരു വീടിന്റെ മുകളിൽ. എടാ മോനെ എഴുന്നേക്കടാ. ഹലോ മോനെ എഴുന്നേക്കടാ. എടാ മോനെ പേടിക്കണ്ടടാ, ഞാൻ പോലീസാണ്. നിന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി ഇവിടെ കെട്ടിയിട്ടതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കൊരങ്ങനാണ് എന്നെ കെട്ടിയിട്ടത്. ഒരു കൊരങ്ങനെ എന്നെ വന്ന് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടതാണ്. എന്ത് കൊരങ്ങനായിരുന്നോ മോനെ? അത് കൊരങ്ങനല്ല മോനെ, ചിമ്പാൻസി ആയിരിക്കും. കൊരങ്ങനെ നിന്നെ ഏറ്റാനുള്ള കഴിവൊന്നുമില്ല മോനെ. ചിമ്പാൻസി മനുഷ്യന്റെ പോലെയാണ്, അവരെന്തും ചെയ്യും. ഞങ്ങൾ ഇനി കൂടുതൽ അന്വേഷിക്കാം. മോനിപ്പോ ആംബുലൻസ് കയറി, മോനിപ്പോ വീട്ടിൽ പോയിക്കോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ വീട്ടിൽ തരാം, കുഴപ്പമൊന്നുമില്ല. നിന്റെ ആരോ ഫ്രാങ്ക്ലിൻ അങ്ങനെ ആരോ വിളിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ കുറെ അന്വേഷിച്ചിട്ടാണ് മോനെ ഇവിടെ എത്തിയത്. അപ്പൊ ഓഫീസേഴ്സ് നമുക്ക് പോവാം. ആ ഫ്രാങ്ക്ലിന്റെ വീട് ഈ ഭാഗത്ത് എങ്ങാണ്ടാണ് തോന്നുന്നത്. ഇതേ ഈ വീടാണെന്ന് തോന്നുന്നു. ആ അതാ അവനല്ലേ നിൽക്കുന്നേ. ഹലോ ഫ്രാങ്ക്ലിൻ, ഞങ്ങൾ നിന്റെ ഷിൻജാനെ രക്ഷിച്ചിട്ടുണ്ട്. ഇതേ അവൻ ഈ ആംബുലൻസിലുണ്ട്, വന്ന് നോക്കിയാൽ മതി. ഡോക്ടർ ഒന്ന് നിർത്തി. പിന്നെ ഇവനെ തട്ടിക്കൊണ്ട ആളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിക്ക് വന്നാൽ കാണാം. അപ്പൊ ഓക്കെ, ഇന്നത്തെ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി പോയി കുറച്ചു നേരം കടന്നുറങ്ങട്ടെ. താങ്ക് യു സാറേ, താങ്ക് യു. എടാ ഷിൻജാൻ എന്നെ തട്ടിക്കൊണ്ടായ ആളെ കിട്ടിക്കണല്ലോ. പോലീസ് സ്റ്റേഷനിക്ക് വന്നാൽ മതിയല്ലോ, നമുക്കാണ് പോയി കാണല്ലേ. എടാ അവന്മാര് കൊരങ്ങന്മാരല്ലടാ, അവന്മാര് മനുഷ്യന്മാരാണ്. കൊരങ്ങന്മാരെ രൂപമിട്ട് ഇറങ്ങിയതാണ്. ബാ നമുക്കൊന്നും പോയി നോക്കാം. ഗൈസ് ഇപ്പൊ ഞാനും ഷിൻജാനും കൂടി പോലീസ് സ്റ്റേഷനിക്ക് എത്തിയേക്കാണ്. ഇവിടെയാണ് അവന്മാരില്ലെന്നാ പറഞ്ഞത്. അവന്മാരെന്തായാലും പിടിച്ച് വെച്ചിക്കണേ, എന്തായാലും നോക്കാം നമുക്ക്. ആടെ ഷിൻജാനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം, നമുക്ക് പോയി കാണാം. എടോ ഇവന്മാരാണോ ഇവനെ തട്ടിക്കൊണ്ടായത്? സാർ ഇവര് മാസ്ക് എന്താ തയ്ക്കാത്തെ? ഇവന്മാര് ശരിക്കുള്ള രൂപം ഞങ്ങൾ പത്രത്തിൽ ഇട്ടിട്ടുണ്ട്, അവിടെ പോയി നോക്കിയാൽ മതി. ഇവിടുന്ന് കാണിച്ചെന്നാലേ റിപ്പോർട്ടേഴ്സ് മൊത്തം ഇങ്ങോട്ട് വരും. സാർ അപ്പൊ ഇനി ഇവരെ എന്താ കാട്ടണേ? അവിടെ പൊട്ട ജയിലിക്കിട, അല്ലാതെ വേറെ എന്താ കാട്ടേണ്ടത്? ആ അത് ശരിയല്ലേ, ജയിലിക്കിടാ അതാണല്ലേ. ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ. പിന്നെ നമ്മളെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, ഷിൻജാനെ കൊണ്ടുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓക്കെ ബൈ, സീ യു ലൈറ്റർ.